ഒരൊറ്റ സാധനം കൊണ്ട് നമുക്ക് നമ്മുടെ ഫേസിലെ ഒരു 4-5 പ്രോബ്ലം പരിഹരിക്കാൻ പറ്റുമെന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് വിശ്വസിക്കാൻ പറ്റുമോ? അതൊരു 7 ഡേയ്സ് കൊണ്ട് നമുക്ക് സ്വന്തമായിട്ട് നമ്മുടെ മനസ്സാക്ഷിക്ക് നമുക്ക് മനസ്സിലാകും, ഇത് തേച്ചിട്ട് നമുക്ക് ഇത്രയും കുറവുണ്ടല്ലോ എന്ന് നമുക്ക് നമ്മുടെ ഫേസിൽ നോക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കത്തക്ക രീതിയിൽ നമുക്കൊരു 7 ഡേയ്സ് കൊണ്ട് ഒരു മാറ്റം കൊണ്ടുവന്നാലോ? അതും ഒരൊറ്റ ഇൻഗ്രീഡിയൻസ് ആണ് നമുക്ക് ഇതിൻ്റെ അകത്ത് മെയിൻ ആയിട്ട് നമുക്ക് വേണ്ടിയത്. ഹായ് ഹലോ, കുക്കു മിന്നു മൈ പെറ്റ് ചാനലിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എൻ്റെ വീഡിയോസ് ആദ്യമായിട്ടാണ് നിങ്ങൾ കാണുന്നതെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ട് കാണാൻ മറക്കരുത്. ഞാൻ കൊണ്ടുവരുന്ന ടോപ്പിക്ക് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുവാണെങ്കിൽ, നിങ്ങൾക്ക് പ്രയോജനപ്പെടുവാണെങ്കിൽ ഒരു ലൈക്കും കൂടെ തന്ന് സഹായിക്കണം. നമ്മളിത് ഓരോന്നും ഒത്തിരി പ്രതീക്ഷയോടുകൂടിയാണ് നമുക്ക് തരുന്നത് കേട്ടോ. കാരണം അതുപോലെ നമ്മൾ ചെയ്ത് പ്രയോജനം, ഇത് ഇന്നും ഇന്നലെയും തുടങ്ങിയ കാര്യങ്ങളേ അല്ല. മനസ്സിലായോ? ഞാൻ എൻ്റെ ഏജിലുള്ള സഹോദരികളോടാണ് എനിക്ക് ഇമ്പോർട്ടൻ്റ് ആയിട്ട് പറയാനുള്ളത്. ശരിക്കും നമ്മൾ പറയുന്ന ഓരോ ടിപ്പുകളും നിങ്ങൾക്ക് പ്രയോജനപ്പെടും. അത് ചെയ്യാനുള്ള ഒരു മനസ്സും ടൈമും നിങ്ങൾ കൊടുത്താൽ മാത്രം മതി. മനസ്സിലായോ? അപ്പോൾ ഈ ഞാൻ കൊണ്ടുവന്നിരിക്കുന്ന വിഷയം നമുക്ക് ഒറ്റ ഒരു സാധനം, അതോ നമുക്ക് ഒരുപാട് ഗുണങ്ങളുള്ള ഒരു സാധനമാണ് ബീട്രൂട്ട്. ഈ ബീട്രൂട്ട് കൊണ്ടാണ് നമ്മുടെ ഫേസിലെ ഒരു 5 പ്രോബ്ലത്തിന് നമുക്ക് പരിഹാരം. ഇതിലേതാണ് പ്രോബ്ലം നിങ്ങൾക്കുള്ളത് എന്ന് നോക്കിയിട്ട് അതനുസരിച്ച് നിങ്ങൾക്കത് ഫോളോ ചെയ്യാം. അല്ലെങ്കിൽ നമുക്കൊരു സ്റ്റെപ്പ് 1, സ്റ്റെപ്പ് 2, അങ്ങനെ ഒരു 1, 2, 3, 4, 5 ഒരു കാര്യങ്ങളാണ് ഞാൻ ഇതിൻ്റെ അകത്ത് സൂചിപ്പിക്കുന്നത്. നിങ്ങൾക്കത് ഫോളോ ചെയ്യാം. അല്ലെങ്കിൽ നിങ്ങൾക്ക് ഏതാണ് ഉള്ളത്, പിഗ്മെന്റേഷൻ ആണോ ഉള്ളത്, ബ്ലാക്ക് ഹെഡ്സും വൈറ്റ് ഹെഡ്സും മാറ്റണമെന്നാണെങ്കിൽ ഉള്ളത്, അതിലേതാന്നുള്ളത് നിങ്ങൾക്ക് പ്രിഫർ ചെയ്യാം. ഞാൻ കൊണ്ടുവന്നിരിക്കുന്നത് നമ്മുടെ ബീട്രൂട്ട് ആണ്. ബീട്രൂട്ട് എന്ന് പറഞ്ഞാൽ തന്നെ വൈറ്റമിൻസ് റിച്ച് ആണ്, ആൻറ്റി ഓക്സിഡൻ്റ് ആണ്, ആൻറ്റി ഇൻഫ്ലമേറ്ററി ആണ്. നമ്മുടെ സ്കിൻ ബ്രൈറ്റ് ആകാനും ഏറ്റവും നല്ലൊരു സാധനമാണ് ബീട്രൂട്ട്. ഇത് ഉള്ളിലോട്ട് കഴിക്കുന്നത് എന്തെല്ലാം ഗുണങ്ങളാണെന്ന് നിങ്ങൾക്കറിയാം. അതുപോലെ തന്നെ നമ്മുടെ സ്കിന്നിൻ്റെ ഇലാസ്റ്റിസിറ്റി നിലനിർത്താനായിട്ട് ബീട്രൂട്ടിന് ഏറ്റവും നമ്പർ 1 ആണ്. ഇനി ബീട്രൂട്ട് പിഴിഞ്ഞ് ജ്യൂസ് എടുക്കാൻ ടൈം ഇല്ലാത്തവർക്ക് നമുക്ക് ബീട്രൂട്ടിൻ്റെ പൗഡർ വാങ്ങിക്കാം. ഇത് കണ്ടോ, ഇതുപോലെ ബീട്രൂട്ട് പൗഡർ വാങ്ങിക്കാൻ കിട്ടും. അത് നിങ്ങൾക്ക് വാങ്ങിച്ച് ഉപയോഗിക്കാം. നമ്പർ 1 ആയിട്ട് നമ്മുടെ ബ്ലാക്ക് ഹെഡ്സ്, വൈറ്റ് ഹെഡ്സ്, നമ്മുടെ പിഗ്മെന്റേഷൻ മാറാനായിട്ട് നമ്മൾ ആദ്യം എന്ത് ചെയ്യണം? നമ്മുടെ ഫേസൊക്കെ നല്ലതായിട്ട് വാഷ് ചെയ്ത് വന്നതിന് ശേഷം നമ്മൾ ബീട്രൂട്ടിൻ്റെ ജ്യൂസാണ് എടുക്കുന്നതെങ്കിൽ ഒരു ബീട്രൂട്ട് നമുക്ക് ഗ്രേറ്റ് ചെയ്ത് മിക്സിയിൽ അടിച്ച് അതിൻ്റെ ജ്യൂസ് എടുക്കാം. അപ്പം നമുക്ക് നമ്മുടെ എല്ലാ പായ്ക്കും ചെയ്യാനുള്ള ജ്യൂസ് അതിൽ നിന്ന് കിട്ടും. ഇനി അഥവാ നിങ്ങളുടെ കയ്യിൽ പൊടിയാണുള്ളതെങ്കിൽ ആ പൊടിയിലോട്ട് നിങ്ങൾ റോസ് വാട്ടർ മിക്സ് ചെയ്യാം. മനസ്സിലായോ? ഇനി റോസ് വാട്ടർ ഇല്ലെങ്കിൽ നല്ല ശുദ്ധമായ പച്ചവെള്ളം നമുക്ക് അതിൻ്റെ അകത്ത് ആഡ് ചെയ്യാം. അപ്പം നമ്പർ 1 നമ്മുടെ ബ്ലാക്ക് ഹെഡ്സും വൈറ്റ് ഹെഡ്സും പിഗ്മെന്റേഷനും പോകാൻ ബീട്രൂട്ട് കൊണ്ട് നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ, നമുക്ക് ബീട്രൂട്ടിൻ്റെ ജ്യൂസ് എടുത്തിട്ട്, ഞാൻ പറഞ്ഞല്ലോ പൗഡർ ഉള്ളവർക്കാണെങ്കിൽ അത് റോസ് വാട്ടറിൽ മിക്സ് ചെയ്യാം. നമുക്ക് അതിൻ്റെ അകത്ത് വേണ്ടിയത് കടലമാവാണ്. കടലമാവിൻ്റെ ഗുണങ്ങൾ നമ്മൾ പണ്ട് തൊട്ടേ നമ്മുടെ സ്കിന്നിന് വേണ്ടി അതൊക്കെ ഉള്ളായിരുന്നു പണ്ട്. കടലമാവ്, പയറുപൊടി, മഞ്ഞപ്പൊടി, ചന്ദന പൗഡർ, ഇതൊക്കെയല്ലായിരുന്നു പണ്ട് നമ്മുടെ സ്കിന്നിന് വേണ്ടി നമ്മൾ വീട്ടിൽ ഉപയോഗിച്ചുകൊണ്ടിരുന്നത്. ആ കടലമാവും ബീട്രൂട്ട് ജ്യൂസും കൂടെ മിക്സ് ചെയ്ത് നിങ്ങളൊന്ന് ഫേസ് ഒന്ന് മസാജ് ചെയ്തതിന് ശേഷം നമ്മൾ ക്രീം എടുത്തിട്ട് ജസ്റ്റ് ഒന്ന് മസാജ് ചെയ്തിട്ട് ശകലം എടുത്തിട്ട് ഫേസ് മൊത്തം നമ്മുടെ മൂക്കും താടിയും നെറ്റിയും എല്ലാം ഒന്ന് മസാജ് ചെയ്തതിന് ശേഷം നമുക്കൊരു തിക്ക് പേസ്റ്റ് ആയിട്ട് നമ്മുടെ ഫേസിൽ അപ്ലൈ ചെയ്യാം, കടലമാവും ബീട്രൂട്ട് ജ്യൂസും. അപ്പോൾ പിഗ്മെന്റേഷനും ബ്ലാക്ക് ഹെഡ്സും വൈറ്റ് ഹെഡ്സും എല്ലാം റിമൂവ് ചെയ്യും. ഇനി നെക്സ്റ്റ് ഇതും കടലമാവും ബീട്രൂട്ടിൻ്റെ ജ്യൂസും വെച്ച് പറഞ്ഞല്ലോ, അത് ഫസ്റ്റ് നമ്പർ 1 പായ്ക്ക് ഒരു 15 to 20 മിനിറ്റ് വെച്ചതിന് ശേഷം നമുക്ക് നല്ലതായിട്ട് വാഷ് ചെയ്ത് കളയാം. ഇനി സെക്കൻഡ് എന്ന് പറഞ്ഞാൽ നമ്മുടെ സ്കിന്നൊന്ന് ഗ്ലോ ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്ക് ബീട്രൂട്ടിൻ്റെ ജ്യൂസും അലോവേര ജെല്ല് അറിയാമല്ലോ, നമ്മുടെ സ്കിന്നിനെ ഒന്ന് സ്മൂത്ത് ആക്കാനും ക്ലിയർ സ്കിൻ ആക്കാനും
ഏറ്റവും ബെസ്റ്റാണ് അലോവേര. അലോവേര ജെല്ലെടുക്കുക. ബീട്രൂട്ട് ജ്യൂസിൻ്റെ അകത്തോട്ട് 1 ടീസ്പൂൺ ജ്യൂസ് എടുക്കുക, ബീട്രൂട്ടിൻ്റെ ജ്യൂസ് എടുക്കുക. അതിലോട്ട് അലോവേര ജെല്ല് 1 ടീസ്പൂൺ ഇടുക. പിന്നെ അതിൻ്റെ അകത്തോട്ട് 1 ടീസ്പൂൺ ഹണി ആഡ് ചെയ്യുക. ഹണി എന്ന് പറഞ്ഞാൽ നമ്മുടെ സ്കിന്നിനൊരു മോയ്സ്ചറൈസർ തരാനും സ്കിന്നൊന്ന് ഒരു നമ്പർ 1 എക്സ്ഫോളിയേറ്റർ ആണ്. ഒരു ഏറ്റവും ബെസ്റ്റാണ് ഹണി. ഇതും മൂന്നും കൂടെ മിക്സ് ചെയ്തിട്ട് നമ്മുടെ ഫേസിൽ ഒരു ലൈറ്റ് മസാജ്, ഹാർഡായിട്ട് കൊടുക്കുകയും ചെയ്യില്ല, ലൈറ്റായിട്ട് നമുക്ക് മസാജ് കൊടുത്തിട്ട് ഇത് നല്ല ക്രീം പോലായി വരും. ഇത് നമ്മുടെ ഫേസിലൊന്ന് ഒരു 15 മിനിറ്റ് വെച്ചതിന് ശേഷം ചെറു ചൂടുവെള്ളത്തിൽ ഇതൊന്ന് കഴുകിക്കളയാം. അപ്പം നമ്മുടെ സ്കിന്നൊന്ന് ഗ്ലോ ചെയ്യാൻ ശരിക്കും നല്ല ഗ്ലോ ഫസ്റ്റ് യൂസിൽ തന്നെ കിട്ടും. അപ്പോൾ 7 ഡേയ്സ് നിങ്ങൾ ചെയ്യുവാണെങ്കിലോ ഒരു ചെലവ് ഇല്ല. നമ്മുടെ വീട്ടിലുള്ള ബീട്രൂട്ട് ജ്യൂസ് കൊണ്ടാണ് നമ്മൾ പറയുന്നത്. മൂന്നാമത് നമ്മൾ ചെയ്യുന്നതെന്ന് വെച്ചാൽ എന്താ ചെയ്യണ്ടേ, നമ്മുടെ സ്കിന്നൊന്ന് ലൈറ്റനാകാനും ബ്രൈറ്റനാകാനും വൈറ്റനും ആകാനും വേണ്ടി നമുക്ക് എന്ത് ചെയ്യാം? നമുക്ക് ബീട്രൂട്ട് ജ്യൂസിൻ്റെ കൂടെ പൊട്ടറ്റോ ജ്യൂസും കൂടെ ആഡ് ചെയ്യുക. ഇനി പൊട്ടറ്റോ ജ്യൂസ് ആയിട്ട് ഇല്ലാത്തവർക്ക് പൊട്ടറ്റോയുടെ പൗഡർ ഉണ്ടെങ്കിൽ, സ്റ്റാർച്ച് ഉണ്ടെങ്കിൽ അതാണെങ്കിലും ആഡ് ചെയ്യാം. പൊട്ടറ്റോ ജ്യൂസും ബീട്രൂട്ട് ജ്യൂസും കൂടെ അതിൻ്റെ അകത്തോട്ടൊരു ലെമൺ ജ്യൂസ് എന്ന് പറഞ്ഞാൽ 4-5 ഡ്രോപ്സ് മതി. ഇത് മൂന്നും കൂടെ, ഇതിൻ്റെ മൂന്നും പൊട്ടറ്റോ ജ്യൂസിൻ്റെ ഗുണങ്ങൾ അറിയാം. പൊട്ടറ്റോയ്ക്കായിട്ട് വൈറ്റമിൻ സി ധാരാളമുണ്ട്, ആൻറ്റി ഓക്സിഡൻ്റ് ആണ്, നമ്മുടെ സ്കിന്നിനെ ഒന്ന് ഈവൻ ആക്കാനായിട്ട് കഴിയും പൊട്ടറ്റോ ജ്യൂസിന്. അതുപോലെ തന്നെയാണ് നമ്മുടെ ബീട്രൂട്ട് ജ്യൂസും. പിന്നെ ലെമൺ ജ്യൂസ് അലർജി ഉള്ളവർ അത് ഉപയോഗിക്കേണ്ട കാര്യമേ ഇല്ല. ഈ 2 മാത്രം ഉപയോഗിച്ചാൽ മതി. ലെമൺ ജ്യൂസ് എന്ന് പറയുമ്പോൾ ഒരു 5 ഡ്രോപ്സ് നിങ്ങൾ ആഡ് ചെയ്താൽ മതി. ലെമൺ ജ്യൂസും ബീട്രൂട്ട് ജ്യൂസും പൊട്ടറ്റോ ജ്യൂസും കൂടെ നല്ലതായിട്ട് മിക്സ് ചെയ്തിട്ട് നമുക്ക് ഒരു കോട്ടൺ, എന്തെങ്കിലും ഒരു പഞ്ഞിയോ ഒരു തുണിയോ എടുത്ത് നമ്മുടെ ഫേസിൽ ഇങ്ങനെ നമുക്ക് ശരിക്കും തേച്ച് കൊടുക്കാം. തേച്ച് കൊടുത്തിട്ട് ഒരു 15 മിനിറ്റ് കഴിയുമ്പോഴത്തേനും ഇതും ഒരു ചെറു ചൂടുവെള്ളത്തിൽ നമുക്ക് ഫേസ് തുടച്ചെടുക്കാം. ഇത് നമ്മുടെ സ്കിന്നിനെ ഒന്ന് ബ്രൈറ്റനാക്കാനും ലൈറ്റനാക്കാനും വൈറ്റൻ ചെയ്യാനുമായിട്ടും ശരിക്കും ഇത് മൂന്നും നമ്മൾ അപ്പം തന്നെ ഉപയോഗിക്കുമ്പോൾ തന്നെ നമുക്കൊരു ഗ്ലോ, നമുക്കൊരു ഫേസ് ഒരു ബ്രൈറ്റ് ആകുന്ന പോലെ നമുക്ക് തോന്നും. അപ്പം നമ്മൾ 7 ഡേയ്സ് ഇത് കണ്ടിന്യൂസ് ഉപയോഗിക്കുക. ഓക്കെ, നമുക്ക് നാലാമത് നമുക്ക് ചെയ്യേണ്ടത് എന്താണെന്ന് വെച്ചാൽ നമുക്ക് നമ്മുടെ ടാൻ മാറാനായിട്ട് എന്താണ് ചെയ്യേണ്ടതെന്ന് നോക്കാം. നമ്മുടെ ടാൻ മാറാനായിട്ട് നമുക്ക് ബീട്രൂട്ട് ജ്യൂസിൻ്റെ അകത്തോട്ട് നമ്മുടെ ആട്ട, അതല്ലാതെ ഗോതമ്പ് പൊടിയില്ലേ, ഗോതമ്പ് പൊടി ശരിക്കും റൈസ് ഫ്ലവറിന്റെ പോലെ തന്നെ ഒരുപാട് ഗുണങ്ങളുണ്ട്. ഗോതമ്പിന്റെ തന്നെ നമുക്ക് ഫേസ് മാസ്ക് കിട്ടും, പ്ലെയിൻ ആയിട്ട് വാങ്ങിക്കാൻ കിട്ടും, ഒത്തിരി ബ്യൂട്ടി പ്രൊഡക്റ്റുകളുണ്ട്. ഈ ഗോതമ്പിന്റെ പൗഡർ, അതായത് ആട്ട, അത് നമുക്ക് ബീട്രൂട്ട് ജ്യൂസിനൊപ്പം 1 ടീസ്പൂൺ ആഡ് ചെയ്യുക. അതിൻ്റെ കൂടെ തന്നെ നമ്മൾ ആദ്യം പറഞ്ഞ കടലമാവ്, ഇത് മൂന്നും കൂടെ മിക്സ് ചെയ്തിട്ട് നമുക്ക് നമ്മുടെ ഫേസിൽ അപ്ലൈ ചെയ്യാം. നമ്മുടെ ടാൻ മാറാനായിട്ട് നമ്പർ 1 ആണ് കേട്ടോ. നമുക്കത് 7 ദിവസം നിങ്ങൾക്ക്, അഥവാ ഇനി ഒരുപാട് ഉള്ളവർക്കാണെങ്കിൽ 7 എന്നുള്ളത് ഒരു 10 ഡേയ്സ് അല്ലെ 2 വീക്സ് വരെ നമുക്ക് ഉപയോഗിക്കുമ്പോൾ നമ്മുടെ ഫേസിലെല്ലാം മാറി നമുക്ക് ശരിക്കും നമുക്കൊരു റിസൾട്ട് കിട്ടും. നിങ്ങൾ ഇത് വേറെ ഒന്നും നമ്മൾ ചെയ്യണ്ട, നമ്മുടെ ഫേസിൽ ശരിക്കും ഇത് നമ്മൾ അപ്ലൈ ചെയ്യുവാണെങ്കിൽ നമുക്ക് ഒരു നല്ല മാറ്റം കൊണ്ടുവരാനായിട്ട് സാധിക്കും. ഇനി ഞാൻ പറയുന്നത് നമ്മുടെ ലിപ്പിന്, നമ്മുടെ ചുണ്ടിനൊരു ലിപ് ബാം ഇതുകൊണ്ട് നമുക്ക് റെഡിയാക്കി എടുക്കാം. അതെങ്ങനെയാന്ന് വെച്ചാൽ നമുക്ക് ബീട്രൂട്ട് ജ്യൂസ് 1 ടീസ്പൂൺ എടുക്കുക. അതുപോലെ തന്നെ ഒരു 1.5 ടീസ്പൂൺ വാസ്ലൈൻ എടുക്കുക. മനസ്സിലായോ? വാസ്ലൈൻ എടുത്തിട്ട് അതിൻ്റെ അകത്തോട്ട് 2 വൈറ്റമിൻ ഇയുടെ ക്യാപ്സൂളുകൂടെ ആഡ് ചെയ്യുക. ശരിക്കും നല്ലതായിട്ട് മിക്സ് ചെയ്യുക. മിക്സ് ചെയ്തതിന് ശേഷം ചെറിയൊരു ഡപ്പയ്ക്കകത്ത് എടുത്ത് വെച്ചിട്ട് നമുക്ക് നമ്മുടെ ചുണ്ടിന് രാവിലെയോ വൈകിട്ടോ ഉച്ചയ്ക്കോ ഒക്കെ നമ്മുടെ ചുണ്ടിന് നിങ്ങൾക്ക് തേച്ച് കൊടുക്കാം. നമുക്കൊരു ലിപ് ബാമായിട്ട് നമുക്ക് നല്ലതായിട്ട് നമ്മുടെ സ്കിന്നിന് ശരിക്കും നല്ല മാറ്റം കൊണ്ടുവരും. വൈറ്റമിൻ ഇ ക്യാപ്സൂൾ 2 എടുക്കുക, വാസ്ലൈൻ എടുക്കുക, പിന്നെ ബീട്രൂട്ട് ജ്യൂസ് ഒഴിക്കുക. മനസ്സിലായോ?
വാസ്ലിൻ എടുത്തിട്ട് നമുക്ക് വാസ്ലിൻ തിക്കായിട്ടായിരിക്കുന്നതെങ്കിൽ ഇത് ശരിക്കും നമുക്കത് ഡബിൾ ബോയിലിംഗ് ചെയ്തെടുക്കാം. ഒരു പാത്രത്തിൽ കുറച്ച് വെള്ളം തിളപ്പിക്കാൻ വെച്ചിട്ട് ഒരു സ്പൂണ് വാസ്ലിൻ എടുത്തിട്ട് നമുക്ക് അതിൻ്റെ അകത്തോട്ട് വെച്ചാൽ അത് ലിക്വിഡായിട്ട് കിട്ടും. ലിക്വിഡായിട്ട് കിട്ടിയില്ലെങ്കിൽ തന്നെ നമുക്ക് ഇതെല്ലാം നല്ലതായിട്ട് മിക്സ് ചെയ്താൽ മാത്രം അത് ഒരു ക്രീമായിട്ട് നമുക്ക് കിട്ടും. അതൊന്ന് ഫ്രിഡ്ജിൽ വെച്ചതിന് ശേഷം നമുക്ക് ലിപ്പിൽ അപ്ലൈ ചെയ്യാം. ഇതിൽ ഞാൻ 5 കാര്യങ്ങളാണ് ബീട്രൂട്ട് കൊണ്ട് നിങ്ങൾക്ക് പറഞ്ഞു തന്നിരിക്കുന്നത്. ശരിക്കും നമുക്ക് ഈ 5 കാര്യങ്ങൾക്ക് വേണ്ടി നമ്മൾ ഇച്ചിരി ടൈം മെനക്കെട്ടാൽ നമ്മുടെ ഫേസിലെ ഓരോ പ്രോബ്ലംസിനും ഓരോ പരിഹാരമായിരിക്കും. ഇതൊരു 7 days ചെയ്യുമ്പം തന്നെ നിങ്ങളുടെ ഫേസിലുണ്ടാകുന്ന മാറ്റം നിങ്ങൾക്ക് മനസ്സിലാകും. ഈ നമ്മൾ പറഞ്ഞല്ലോ, ജ്യൂസ് പിഴിഞ്ഞെടുക്കാൻ പറ്റാത്തവർക്കാണെങ്കിൽ ബീട്രൂട്ടിന്റെ പൗഡർ എടുക്കാം. അപ്പൊ അതൊരു വാട്ടറി കൺസിസ്റ്റൻസി ഇല്ലാത്ത കൊണ്ട് നമുക്ക് പൗഡറിന്റെ അകത്തോട്ട് എല്ലാ കാര്യത്തിനും റോസ് വാട്ടർ ആഡ് ചെയ്യാം. മനസ്സിലായോ? അപ്പൊ ഞാൻ ഈ പറഞ്ഞത് നിങ്ങൾക്ക് എന്താണോ പ്രോബ്ലം ഉള്ളത് അത് നിങ്ങൾ ചെയ്ത് നോക്കുക. ബീട്രൂട്ട് അല്ലേ, വളരെ ചെലവ് കുറഞ്ഞ കാര്യങ്ങളാണ്. എന്നാലോ എന്തോരം ഗുണങ്ങളാണ് ബീട്രൂട്ട് ഉള്ളിലോട്ട് കഴിക്കുന്നതും. അതിനെക്കുറിച്ച് അറിയാമല്ലോ. ഞാൻ എല്ലാം നമുക്ക് ഒത്തിരി അറിവുകൾ കിട്ടുന്നുണ്ട്. ബീട്രൂട്ട് ജ്യൂസിനെ കുറിച്ച് എന്തൊക്കെ ഗുണങ്ങളാണ് നമ്മുടെ ശരീരത്തിന് കിട്ടുന്നത്. നമുക്കൊരു ഡീറ്റോക്സ് ഡ്രിങ്ക് ആയിട്ട് തന്നെ, പിന്നെ ABC ജ്യൂസ് ആയിട്ട് കുടിക്കാം. അപ്പം നിങ്ങൾ മറക്കരുത്, ഈ വീഡിയോ നിർബന്ധമായിട്ട് കാണുകയും ചെയ്യണം. അതുപോലെ തന്നെ നിങ്ങൾ ഇത് ചെയ്ത് നോക്കണം. എന്നിട്ട് എന്നെ ഫീഡ്ബാക്ക് അറിയിക്കണം പ്ലീസ്. ഇത് നമുക്ക് വീട്ടിലിരിക്കുന്ന എനിക്ക് എൻ്റെ ഏജിലുള്ള സഹോദരികളോട് പറയാൻ, നമുക്ക് പല പ്രോബ്ലംസിനും പരിഹാരമാണ് ഈ ഒരു മെത്തേഡ്. ഒരു ബീട്രൂട്ട് മാത്രം മതി അതിൻ്റെ ജ്യൂസ് എടുത്തിട്ട് നമുക്കിത്. ബാക്കിയെല്ലാം നമ്മുടെ വീട്ടിലുള്ള സാധനങ്ങൾ തന്നെയാണ്. എല്ലാവരും ദയവായി ഇതൊന്ന് ചെയ്ത് നോക്കണം. എന്നിട്ട് എന്നെ ഫീഡ്ബാക്ക് അറിയിക്കണം കമൻസിലൂടെ. നിങ്ങളുടെ വിലയേറിയ കമൻസിന് വേണ്ടിയിട്ട് ഞാൻ കാത്തിരിക്കും. എനിക്ക് എന്താണോ മിസ്റ്റേക്ക് ഉള്ളത് നിങ്ങൾ എനിക്ക് പറഞ്ഞ് ചൂണ്ടിക്കാണിച്ചു തരുമ്പോഴാണ് എനിക്ക് പിന്നെയും എൻ്റെ വീഡിയോസ് ഇടാനായിട്ടൊരു പ്രചോദനം കിട്ടുന്നത്. അത് നിങ്ങളൊന്ന് മനസ്സിലാക്കണം. പിന്നെ ഇത് ഇഷ്ടപ്പെടുവാണെങ്കിൽ, പ്രയോജനപ്പെടുവാണെങ്കിൽ മാത്രം നിങ്ങളൊന്ന് ഷെയർ ചെയ്യണം, സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യണം. ബെല്ലൈക്കണും കൂടെ തന്നെ. എനിക്ക് സബ്സ്ക്രൈബ് ചെയ്യുന്നവരാരും ബെല്ലൈക്കൺ അമർത്തുന്നില്ല. അപ്പോൾ അങ്ങനെ ബെല്ലൈക്കണും കൂടെ അമർത്തിയാലേ ഞാനിടുന്ന വീഡിയോസ് നിങ്ങൾക്ക്, പുതിയതായിട്ടിടുന്ന വീഡിയോസ് നിങ്ങൾക്ക് കിട്ടുകയുള്ളൂ. ഓക്കെ, താങ്ക് യു. അടുത്തൊരു സബ്ജക്റ്റുമായിട്ട് നമുക്ക് വീണ്ടും കാണാം. ഓക്കെ, ബൈ.